കൊല്ലത്ത് അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തിയ സ്ഥാപന ഉടമ ജീവനൊടുക്കി. കൊല്ലം കോളേജ് ജംഗ്ഷനിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് എന്ന സ്ഥാപനം നടത്തുന്ന 46-കാരനായ അമൽ ശങ്കറാണ് ജീവനൊടുക്കിയത്. അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്ന അമൽ ശങ്കറിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്നാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരികയാണ് അമൽ ശങ്കറും ഭാര്യ രേഖാകുമാരിയും. ഭാരത് സേവക് സമാജിന്റെ പരിശീലന കേന്ദ്രമാണിതെന്നാണ് ഇവർ കുട്ടികളോട് പറഞ്ഞിരുന്നത്. ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് പ്രധാനമായും സ്ഥാപനത്തിൽ നടത്തിയിരുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനും ജോലിക്കായും ശ്രമിക്കുമ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്ന് തിരിച്ചറിയുന്നത്. സർട്ടിഫിക്കറ്റുകളിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ചെന്നൈയിലുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ വിവരങ്ങളും കിട്ടിയിരുന്നു. ഇതേ തുടർന്ന് കുട്ടികൾ സ്ഥാപനത്തിലെത്തി ബഹളം വെക്കുകയും ചെയ്തു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വ്യാഴാഴ്ചയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകുന്നത്. വിദ്യാർത്ഥികളെയും സ്ഥാപന ഉടമകളെയും തിങ്കളാഴ്ച സ്റ്റേഷനിൽ ചർച്ചയ്ക്കായി വിളിപ്പിച്ചെങ്കിലും അമൽ ശങ്കർ ഹാജരായിരുന്നില്ല. രേഖയെയും സ്ഥാപനത്തിന്റെ കൊച്ചിയിൽ നിന്നുള്ള പ്രതിനിധികളെയും ചോദ്യം ചെയ്യുന്നതിനിടെ അമലിനോട് സ്റ്റേഷനിലെത്താൻ ഈസ്റ്റ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വൈകിട്ട് 4:30യോടെയാണ് വാളകം അറക്കലിൽ ഭാര്യയുടെ വീടായ രേഖാമന്ദിരത്തിൽ അമലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ LLB വിദ്യാർത്ഥിയായ അഭിറാം ശങ്കറാണ് അമലിന്റെ മകൻ.